നമുക്ക് ദൈവവചന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. May we turn our attention to the Word of God. ഉണർവ് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. I want to talk to you today about the term revival. ഈ ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന്റെ ഇടയിൽ ഉണർവ് എന്ന് പറയുന്നത് പല വ്യത്യസ്തമായ നിലയിൽ ചിന്തിക്കുന്നവരാണ്. The term revival is interpreted in many ways in Christendom. വലിയ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി വലിയ ഒച്ചപ്പാട് ബഹളമൊക്കെ ഉണ്ടാക്കി അങ്ങനെ കാണിക്കുന്നത് പലരും വിചാരിക്കുന്നു അതാണ് യഥാർത്ഥത്തിൽ ഉണർവ് എന്ന് പറയുന്നത്. Some people may interpret that as great commotion and things like that. എന്നാൽ ദൈവവചനം നാം പഠിക്കുമ്പോൾ ഉണർവ് അതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. But when we study the Word of God, we come to understand that revival is not that. എന്താണ് പിന്നെ ഉണർവ് എന്ന് പറഞ്ഞാൽ? Then what is revival? ദൈവമക്കളുടെ ജീവിതത്തിൽ വരുന്ന ഒരു സമൂലമായ മാറ്റമാണ് ഉണർവ് എന്ന് പറയുന്ന അർത്ഥമാക്കുന്നത്. It is a complete change that happens in the lives of believers. That is revival. ഒരു നമ്മുടെ ജീവിതത്തിന് ഒരു സമൂലമായ നമ്മുടെ ജീവിതത്തിലുള്ള ഉറക്കത്തെ ഉണർത്തുക എന്നുള്ളതാണ്. It is to awaken our souls that are asleep. ആത്മീയമായ മന്ദിഭാവത്തെ ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ്. To kindle the souls that are asleep. നമുക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗം വായിക്കാം. 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം. For that, may we read 2 Chronicles chapter 7 and verse 14. Okay, please read. If my people who are called by my name will humble themselves and pray and seek my face and turn from their wicked ways, then I will hear from heaven and will forgive their sins and heal their land. ഇവിടെ ശലോമോൻ രാജാവ് ദൈവാലയ പ്രതിഷ്ഠ കഴിഞ്ഞ് നിൽക്കുന്ന സന്ദർഭത്തിൽ, this is the circumstance where Solomon, after or he is there having dedicated the temple, ദൈവം അവന്റെ പ്രവൃത്തിയിൽ വളരെയധികം പ്രസന്നവദനായി. And God was greatly pleased in what he did. ദൈവം അതിൽ വളരെ സന്തോഷിക്കുകയാണ് ഇത് ചെയ്തത്. God greatly rejoiced in what he did. എന്നിരുന്നാലും ദൈവം ഒരു വാണിംഗ് കൊടുക്കുകയാണ്. And even so, God gives him a warning. അവിടെ 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. In verse 13 we read, മഴ പെയ്യാതിരിക്കേണ്ടത് ഞാൻ ആകാശത്തെയും അടക്കുകയോ ദേശത്തെ തിന്നു മുടിക്കാണ്ടതിനെ വെട്ടുക്കിളിയെ കൽപ്പിച്ചാക്കിയോ എന്റെ ജനത്തിന്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ, when I shut up heaven and there is no rain, or command the locusts to devour the land, or send pestilence among my people. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? So what should you എന്റെ do? ജനം തങ്ങളെ തന്നെ താഴ്ത്തണം. My people who are should humble themselves. പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിക്കണം. They should pray and seek my face. തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ട് തിരിയണം. They should turn from their wicked ways. സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ടവരുടെ പാപങ്ങളെ ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തുമെന്ന് ദൈവം അറിയിക്കുകയാണ്. He will hear from heaven and will forgive their sins and heal their land. യഥാർത്ഥത്തിൽ ഉണർവ് ആവശ്യമായിരിക്കുന്നത് എപ്പോഴാണ്? When is true revival needed? നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായി നാം അതപ്പതിച്ചിരിക്കുമ്പോൾ, ദൈവം നമ്മെ ശോധന ചെയ്യുമ്പോൾ, ദൈവം നമ്മളോട് ഇടപെടുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടത് എന്താണ്? അതാണ് 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. It is when we are in a spiritual decline and God examines our life, that is what we read in verse 14. നമ്മെ തന്നെ താഴ്ത്തുക, പ്രാർത്ഥിക്കുക, നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നാം ഉണരുവാൻ ഇടയായി തീരണം. We should humble ourselves, pray, and in humility humble before God. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? വിശ്വാസിയുടെ ജീവിതത്തിലെ ഒരു സമൂലമായ ഒരു പരിവർത്തനമാണ്, മാറ്റമാണ് യഥാർത്ഥത്തിൽ ഉണർവ് എന്ന് പറയുന്നത്. That is why we define it as a total change in the life of a believer. മഹാനായ അലക്സാണ്ടറുടെ ഒരു സംഭവകഥ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. I've heard this history concerning Alexander the Great. അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ ഒരു സൈനികൻ ഉണ്ടായിരുന്നു. There was a soldier in his army. അദ്ദേഹം അത്ര ഒരു വിശ്വസ്തനായ ഒരു സൈനികനല്ലായിരുന്നു. He was not a very faithful man. പല പ്രാവശ്യം തനിക്ക് വാണിംഗ് കൊടുത്തു. താൻ വിശ്വസ്തനല്ലാത്തത് കൊണ്ട് പല പ്രാവശ്യം വാണിംഗ് കൊടുത്തു. And oftentimes he received warnings from the emperor. എന്നാൽ താൻ അതൊന്നും കേൾക്കാൻ മനസ്സിലുണ്ടവനായിരുന്നില്ല. But he did not heed to any of those warnings. തന്റെ കമാൻഡിംഗ് ഓഫീസർ തന്നെ പല പ്രാവശ്യം അത് ആ നിലയിൽ തന്നെ ഗുണദോഷിച്ചു. And many times he was criticized by his commanding officer. എന്നാൽ തനിക്ക് മാറ്റുവാൻ കഴിഞ്ഞില്ല. But he did not change. ഒരു ദിവസം മഹാനായ അലക്സാണ്ടറിന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവന്നു. So he was presented before the emperor. അദ്ദേഹത്തിന്റെ മുമ്പാകെ തന്നെ വിസ്തരിച്ചു.
And he was tried before Alexander the Great. താൻ തന്നോട് ഒരു കണ്ടീഷൻ വെച്ചു. And he gave him a condition. ഒന്നുകിൽ നിന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തണം, either you change your behavior, അല്ലെങ്കിൽ നിന്റെ പേര് മാറ്റണം, or change your name. അദ്ദേഹത്തിന്റെ പേരും അലക്സാണ്ടർ എന്നായിരുന്നു. Because his name was Alexander. ഈ സൈനികന്റെ പേരും അലക്സാണ്ടർ എന്നായിരുന്നു. The soldier's name was Alexander too. കേട്ടപ്പോൾ എന്താണ്, നിന്റെ പേരും എന്റെ പേരും ഒന്ന് തന്നെയാണ്, നീ പേര് വെച്ചോണ്ട് ഇങ്ങനെ ചെന്നാൽ എനിക്ക് അപമാനമാണ്, അതുകൊണ്ട് ഒന്നേ നീ നിന്റെ പേര് മാറ്റുക, അല്ലെങ്കിൽ നിന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തുക. Because he said both of our names are the same, and if you continue in this behavior it's a disgrace to me, so either you change your behavior or change your name. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ദൈവത്തിന്റെ മക്കളെന്നാണ് നമ്മെ അറിയപ്പെടുന്നത്. Beloved, we are known as children of God. അതൊരിക്കലും മാറ്റുവാൻ കഴിയുന്ന കാര്യമല്ല. We cannot change that. എന്നാൽ ആ ദൈവമക്കളെന്ന് നാം അവകാശപ്പെടുന്നവരുടെ ജീവിതം ദൈവത്തിന് അപമാനം വരുത്തുന്നതാണ് പല സന്ദർഭങ്ങളിൽ. But oftentimes we as children of God bring disgrace to the name of God. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? So what should we do? നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരുത്തണം. We should change our behavior. എന്തെങ്കിലും കർത്താവിന്റെ നാമത്തിന് അപമാനം വരുത്തുന്നുണ്ടെങ്കിൽ നാം അത് മാറ്റുവാൻ ആവശ്യമായിരിക്കുന്നു. If something causes a disgrace to the name of God, we should change that. അതാണ് യഥാർത്ഥത്തിൽ ഉറവ് എന്ന് പറയുന്നത്. That is what true revival നമ്മുടെ means. ജീവിതത്തിന്റെ സമൂലമായ മാറ്റം വരുത്തുക. It's a total change in our life. ഇവിടെ നമുക്ക് ഉണർവിന് നമ്മെ സഹായിക്കുന്ന ഏതൊക്കെ ഘടകങ്ങളാണ്, അല്ലെങ്കിൽ ഉണർവ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സാധ്യതമാകുന്നത് എന്ന് 2-3 കുറിപ്പ് ആശയങ്ങളിൽ കൂടി ഞാൻ ഓർപ്പിച്ച് എന്റെ സമയപരിധിയിൽ ഞാൻ ഇരുന്നോളാം. In the time that I'm allotted, I want to just consider a few things as to what the components or what revival entails. സങ്കീർത്തനം 85:6 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. In Psalm 85:6, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? Will you not revive us again, that your people may rejoice in you? നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന്. Because your people may rejoice in you. അവിടെ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കില്ലയോ എന്ന് സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ്. The psalmist is asking, will you not revive us again? നമ്മുടെ ഉണർവിന് സാധ്യതമാകുന്ന, അല്ലെങ്കിൽ ഉണർവ് നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുന്നത് ദൈവത്താലാണ് എന്ന് ഈ വാക്യം നമ്മെ ഓർപ്പിക്കുന്നു. Revival in our life starts by God's action. That is what it reminds us. നമ്മൾ വായിച്ച വേദഭാഗത്തും അതാണ് കാണുന്നത്. That is what we just read in the passage. ജനം ദൈവത്തിന് വിരോധമായിട്ട് നിൽക്കുമ്പോൾ, when people are against God, എന്റെ ജനം ദൈവത്തിന് മറുതലിച്ച് നിൽക്കുമ്പോൾ, when people are opposed to God, അവരെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ദൈവം ചില ശോധനകൾ കൂടി കടത്തിവിടുകയാണ്. God will pass them through various trials. അതാണ് നമ്മൾ കണ്ടത്. മഴ പെയ്യാക്കാതിരിക്കുന്നു, വെട്ടുക്കിളികള് വിളവ് നശിപ്പിക്കുന്നു, അതുപോലെ വലിയ മഹാമാരി വരുന്നു. Those are the things that we read, shutting up heaven without rain, commanding the locusts to devour the land, things like that. എന്തിനാണ് അതൊക്കെ വരുന്നത്? Why should those things come? ദൈവവചനം ഉണരുവാൻ വേണ്ടിയാണ്. So that people of God may be revived. ദൈവവചനം ദൈവത്തിൽ ആനന്ദിക്കുവാൻ, അവരുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം അയക്കുന്ന കാര്യങ്ങളാണ്. So that their lives would change, so that they may rejoice in God. നമുക്കറിയാം, ലോകമെമ്പാടും കഴിഞ്ഞ നാടുകളിൽ കോവിഡിനെ ഫേസ് ചെയ്തതാണ്. We know throughout this world we were going through COVID. അനേകർ കഷ്ടപ്പെടുവാനിടയായി തീർന്നു. And many people went through difficulties. അനേകർ തങ്ങളെ തന്നെ അനുദപിച്ച് കരയുവാനായിട്ടിടയായി തീർന്നു. And a lot of people were crying out. ദൈവം നമ്മോട് ഇടപെടുന്ന സന്ദർഭമാണ്. And it is the time when God deals with us. അപ്പോൾ ഉണർവ് ദൈവത്താൽ ആരംഭിക്കുന്നു. So revival starts with God. ഒരു പുതിയ നിയമത്തിൽ ഒരു ഭാഗം ഉദ്ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സംഭവം ഉദ്ധരിച്ചുകൊണ്ട് അത് വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. I want to read a portion from the New Testament. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. When may we go to Luke chapter 22. അവിടെ പത്രോസിന്റെ ജീവിതമാണ് അവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. There the topic is on Peter's life. കഴിഞ്ഞ 3.5 വർഷക്കാലം കർത്താവിന്റെ കൂടെ സന്തത സഹചാരിയായ പത്രോസ്. He was a constant companion in the life of Christ for the last 3.5 years. എല്ലാ 12 ശിഷ്യന്മാരിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നുകൊണ്ട് എല്ലാം ചെയ്യുവാൻ താല്പര്യപ്പെട്ട ആ പത്രോസിനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. He was the prominent one among the 12, having being the leader in doing all the things. ഒരു സമയത്ത് അവൻ കർത്താവിനെ കുറിച്ച് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറയുകയുണ്ടായി. And in one occasion he even confessed that Jesus is the son of the living God. എന്നാൽ ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ പത്രോസിന്റെ ജീവിതത്തിലുണ്ടായ മാറ്റം ഇവിടെ കാണുകയാണ്. We see on a certain instance the change that happened in his life. കർത്താവിനെ അവർ ഗത്സമന തോട്ടത്തിൽ പിടിച്ച് അവനെ കൊണ്ടുപോയി. In the Garden of Gethsemane, Jesus was captured. ആ സന്ദർഭത്തിൽ പത്രോസിന്റെ 3 വ്യത്യസ്തമായ
സ്ഥാനങ്ങളെ കുറിച്ച് ഇവിടെ നാം വായിക്കുന്നുണ്ട്. And we read the 3 stages that Peter went through. അവിടെ താൻ കർത്താവിനെ കൊണ്ടുപോയി അവിടെ നിൽക്കുമ്പോൾ അവിടെ ഒരു ബാല്യക്കാരത്തി വന്ന് അവനോട് പറയുകയാണ്, എൻ്റെ 54 വാക്ക് അവിടെ 54 വായിക്കുന്നത് 22-54 അവർ അവനെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി പത്രോസും അകലം വിട്ട് പിൻചെന്നു. In verse 54 of chapter 22 we read this: having arrested him, they led him and brought him into the high priest's house, but Peter followed at a distance. കർത്താവിനോട് കൂടെ നടന്ന പത്രോസ് ഇവിടെ കർത്താവിനെ പിടിച്ചുകൊണ്ട് അവർ പോയപ്പോൾ കർത്താവിനോട് അകലം നിന്ന് നിൽക്കുവാൻ താൻ ആഗ്രഹിച്ചു. The same Peter who walked along with Christ here is following at a distance. കർത്താവിൽ നിന്ന് മാറി നിൽക്കുവാൻ താൻ ആഗ്രഹിക്കുകയാണ്. He is drawing away from Christ. അതുപോലെ പിന്നീട് 55 വരുമ്പോൾ നാം കാണുന്നത് അവൻ നടുമുറ്റത്തിന്റെ മധ്യ തീ കത്തിച്ച് ഒന്നിച്ചിരിക്കുമ്പോൾ പത്രോസും അവരുടെ ഇടയിൽ ഇരുന്നു. In verse 55 we read, now when they had kindled a fire in the midst of the courtyard and sat down together, Peter sat among them. പത്രോസിന്റെ ജീവിതത്തിലെ പരാജയത്തിന്റെ അല്ലെങ്കിൽ പിന്മാറ്റത്തിന്റെ പടിപടിയായുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. We see the stages in the failures or in the backsliding of Peter's life. കർത്താവിൽ നിന്ന് അകന്ന കർത്താവ് ഇതാ ലോകരുടെ മധ്യത്തിൽ അവിശ്വാസികളുടെ മധ്യത്തിൽ അവൻ ഇരിക്കുകയാണ് ചെയ്തത്. In the midst of unbelievers, here is Peter sitting down and communing with them. 57 വാക്യത്തിൽ വായിക്കുന്ന അവനോ സ്ത്രീയെ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളി പറഞ്ഞു. In verse 57 we read, but he denied him, saying, woman, I do not know him. അവിടെ പിന്മാറ്റം ഒന്നുകൂടെ പുരോഗമിക്കുകയാണ് ചെയ്യുന്നത്. Here is a greater progression that we see in his backsliding. ഒരു സമയത്ത് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? അപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറഞ്ഞ. One instance when Jesus asked, who do you say I am? And Peter confessed that you are the son of the living God. ആ സമയത്ത് താൻ കർത്താവിനെ തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത്. But in contrast here he is denying him. ആ സമയത്ത് കോഴി കൂവി. At that time the rooster crowed. അതിന്റെ 61 വാക്യത്തിൽ വായിക്കും, അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. And verse 61 we read that Jesus turned and looked at Peter. അവിടെ പത്രോസിനെ കർത്താവ് നോക്കി. There the Lord turned and looked at Peter. അപ്പോൾ പത്രോസിന് മനസ്സിലായി, ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു. At that time Peter realized that എന്റെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചിരിക്കുന്നു. That in his life there was failure. ഞാൻ കർത്താവിൽ നിന്ന് അകന്നുപോയി. That he had drawn away from ലോക God. അവിശ്വാസികളുടെ മധ്യത്തിൽ ഞാൻ ഇരുന്നു. That he was sitting with the unbelievers. ഞാൻ കർത്താവിനെ തള്ളി പറഞ്ഞു. That he had denied Jesus. കർത്താവ് അവനെ നോക്കിയപ്പോൾ അവന് മനസ്സിലായി. When the Lord looked at him, he എങ്ങനെ realized. നമുക്ക് അറിയുവാൻ കഴിയും? അതിന്റെ 61 അവസാന ഭാഗത്തേക്ക് വരും. പത്രോസ് ഓർത്ത് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. How do we know that? Because in the latter part of verse 61 we read, then Peter remembered the word of the Lord, how he had said to him, and wept bitterly. അവന്റെ ജീവിതത്തിൽ സംഭവിച്ച പരാജയത്തെ കുറിച്ച് ഓർത്ത് പത്രോസ് അതിദുഃഖത്തോടെ കരയുവാൻ അനുദപിക്കുവാനായിട്ട് ഇടയായി തീർന്നു. Considering the failure in his life, he repented and he cried bitterly. ഈ നിലയിൽ തനിക്ക് അനുതാപത്തിന് കാരണമായി തീർത്തത് കർത്താവിനെ നോക്കിയപ്പോൾ അവൻ മനസ്സിലാകുവാനിടയായി. And when the look of the Lord fell upon him, he realized his failure and he repented. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചില പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ, beloved, when failures come into our lives, അത് നമ്മെ മനസ്സിലാക്കി തരുവാനായിട്ട് ദൈവം ചില മുഖാന്തരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നൽകി തരും. The Lord may arrange certain circumstances by which he may make us realize. ഒരുപക്ഷെ വ്യത്യസ്ത നിലയിൽ രോഗത്തിൽ കൂടിയായിരിക്കാം, മറ്റ് സാമ്പത്തികമോ അങ്ങനെയുള്ള മറ്റ് വ്യത്യസ്തമായ സാഹചര്യങ്ങൾ കൂടി ദൈവം നമ്മെ കടത്തി നമ്മളെ ആ കാര്യം മനസ്സിലാക്കുവാൻ ദൈവം അവസരങ്ങളെ ഒരുക്കി തരും. It could be through illnesses, it could be through loss of wealth, various instances he may throw into our lives to make us realize that. അപ്പോൾ നാം മനസ്സിലാക്കണം, നാം തെറ്റിപ്പോയിരിക്കുന്നു. At that time we should understand that we have failed. ആ സന്ദർഭത്തിൽ നാം അവന്റെ സന്നിധിയിൽ കരയണം. And at that time we should cry before him. ആ സമയത്ത് നാം അനുതപിക്കണം. We should repent before him. അങ്ങനെ അനുതപിക്കുമ്പോൾ ഉണർവ് ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. And when we repent, thus a revival comes. മറ്റൊരു സന്ദർഭത്തിലും പത്രോസിന് ഇതേ അനുഭവം ഉണ്ടായി. The same thing happened in Peter's life. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൽ in John chapter 21. അവിടെ കർത്താവിന്റെ മധ്യത്തിൽ ഇല്ലാതിരുന്ന സന്ദർഭത്തിൽ the Lord was not in their midst. കർത്താവിനെ ക്രൂശിച്ചു, അടക്കപ്പെട്ടു, കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അവർ വിചാരിച്ചു ഞങ്ങൾ ഏകരായിട്ട് ആയിത്തീർന്നു, കർത്താവ് ഞങ്ങളുടെ കൂടെ ഇല്ല. The Lord was crucified, he was buried. Even though he had resurrected, they thought that no one was with them. പത്രോസ് പറഞ്ഞു, നാം മീൻ പിടിക്കാൻ പോകാം. And Peter said, let us go back to fishing. അവനോടുകൂടെ ചിലരും കടന്നുപോയി. And some people went with him also. ഗലീല കടലിന്റെ എല്ലാ കോണുകളും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആ പത്രോസ് രാത്രി മുഴുവനും
മീൻ പിടിച്ചു, പക്ഷെ ഒന്നും ലഭിച്ചില്ല. And the Peter who knew every nook and corner of the Sea of Galilee, he fished all night but caught nothing. ആ രാത്രികാലം തനിക്കൊന്നും ലഭിച്ചില്ല. He did not catch anything that night. എന്നാൽ ആ പ്രഭാതത്തിൽ കർത്താവ് അവനെ കാത്തു നിൽക്കുകയാണ്. But that morning the Lord was waiting for him. അവന് വേണ്ടി പ്രാതൽ ഒരുക്കിക്കൊണ്ട് അവനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. Preparing breakfast for him, the Lord was waiting for him. കർത്താവാണെന്ന് അവൻ മനസ്സിലാക്കി അവൻ കർത്താവിന്റെ അടുത്തേക്ക് വന്നു. And when he realized it was the Lord, he came to കർത്താവിനോട് സംസാരിച്ച ആ വാക്യങ്ങളൊക്കെ നമുക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. We can read the dialogue between the Lord and him. കർത്താവിനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വ്യക്തമായിട്ട് അവന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. He did not understand the things that the Lord told him. എന്നാൽ അവസാനമായിട്ട് തനിക്ക് മനസ്സിലായി ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു. But at the end he realized that he had strayed away. 21-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് കാണുന്നത് പത്രോസ് ദുഃഖിച്ചു, കർത്താവേ നീ സകലവും അറിയുന്നു. In verse 17 and the latter part we read, Peter was grieved because he said to him, do you love me? കർത്താവേ നീ എല്ലാം അറിയുന്നു. He said, Lord, you know. ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു, നീ അറിയുന്നു കർത്താവേ. Lord, you know that I have failed. എന്റെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചു എന്ന് കർത്താവേ നീ അറിയുന്നു. Lord, you know that there is failure in my life. ദൈവസന്നിധിയിൽ തന്നെ ദുഃഖിക്കുവാനിടയായി തീർന്നു. And he repented and cried before God. ഉണർവ് ദൈവത്താൽ ആരംഭിക്കുന്നു. Beloved, revival happens with God. ഈ പത്രോസിന്റെ ജീവിതത്തിൽ ഉണർവ് ദൈവം ഒരുക്കി. In Peter's life there was a revival that came. ഈ ശക്തിയോടെ പെന്തക്കോസ്ത് നാളിൽ and with the same power on the day of Pentecost. ഈ ശക്തിയോടെ പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിച്ച 3000 പേർ ഒരു പ്രസംഗത്തിൽ രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. He proclaimed the gospel and 3000 people were saved. പിന്നീട് സഭയുടെ ആ വലിയൊരു ഉണർവ് ഉണ്ടാവാനിടയായി തീർന്നു. And there was a great revival that took place in the church. ജാതികളുടെ ഇടയിലേക്ക് തന്നെ ദൈവം ഉപയോഗിക്കുവാനിടയായി തീർന്നു. And God used him in the midst of the Gentiles. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ, beloved, when failures come into our life, നമ്മളെ ഉണർത്തുവാനായിട്ട് ദൈവം ചില മുഖാന്തരങ്ങളെ തരുമ്പോൾ അത് മനസ്സിലാക്കി നാം ഉണരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. when God passes us through circumstances to make us realize our failures, we should come back to him. അതുകൊണ്ട് നാം ഉണരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. So God desires for us to be അതിനുവേണ്ടി revived. ഉണർവ് ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. And he may bring revival into our midst. ചില ശോധനകൾ കൂടി, ചില മഹാമാരികൾ കൂടി, ചില സംഭവങ്ങളിൽ കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉണർവിന് വേണ്ടി നമുക്ക് മുഖാന്തരങ്ങളെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. Through pestilence, through difficulties, he may bring revival into our midst. രണ്ടാമതായിട്ട് ഉണർവിന് വേണ്ടി നാം ദൈവത്തോട് സത്യസന്ധതയുള്ളവരായിരിക്കണം. Secondly, we should be truthful to God for revival to happen. അതിനെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം അതിന്റെ 33-32 അധ്യായത്തിലേക്ക് കടന്നു വരാം. May we go to Genesis chapter 32 for that. അവിടെ യാക്കോബിന്റെ ജീവിതത്തെ കുറിച്ചാണ് നാം പഠിക്കുന്നത്. 27 മുതൽ 32 വരെയുള്ള അധ്യായങ്ങൾ യാക്കോബിനെ കുറിച്ചാണ് പഠിക്കുന്നത്. In chapters 27 through 32 we read concerning the life of Jacob. യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം ഉപായി എന്നുള്ളതാണല്ലോ. The name Jacob means deceiver. തന്റെ പിതാവായ ഇസ്ഹാക്കിൽ നിന്ന് പിതാവിന്റെ അനുഗ്രഹം തട്ടിയെടുത്ത വ്യക്തിയായിരുന്നു ഈ യാക്കോബ്. He was the one who usurped the blessing from his father. അതുപോലെ തന്നെ തന്റെ സഹോദരന്റെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്ത വ്യക്തിയായിരുന്നു. He also stole the birthright of his elder brother. താൻ വിചാരിച്ചു ഇതൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏതാണ്ട് ആയി തീർന്നു എന്ന് താൻ ചിന്തിച്ചു പോയി. And he thought that if he got all these things that it may amount to something. എന്നാൽ അതിൽ അവന് അനുഭവിക്കുവാൻ കഴിയാതെ ഏതാണ്ട് 20 വർഷക്കാലം അവൻ അവിടെ നിന്ന് മാറിപ്പോകേണ്ടതായിട്ട് വന്നു. But he wasn't able to experience any of these things, and he went away for about 20 years. അവൻ ലാബാന്റെ ഭവനത്തിൽ പോയി താമസിക്കുകയാണ്. He is staying in the house of Laban. അവിടെ അവൻ വിചാരിച്ചു ഞാൻ ഇതൊക്കെ പ്രാപിച്ച് ഞാൻ വലിയൊരു കൃതാർത്ഥനായി ജീവിക്കുവാൻ കഴിയുമെന്ന്. He thought that having obtained all this that he will be very satisfied. എന്നാൽ താൻ എങ്ങനെ തന്റെ പിതാവിനെയും സഹോദരനെയും വഞ്ചിച്ചോ ആ നിലയിൽ തന്നെ താൻ വഞ്ചിക്കപ്പെടുവാനിടയായി ലാബാന്റെ കുടുംബത്തിൽ. But the same way he deceived his father and his brother, he himself was deceived by Laban. എന്നാലും ചില ഭൗതിക നന്മകളൊക്കെ പ്രാപിച്ചു. തന്റെ ഭാര്യമാരെ, ദാസിദാസന്മാർ, മക്കളൊക്കെ തനിക്ക് ലഭിച്ചു. അതൊരു യാഥാർത്ഥ്യമാണ്. It's true that materially he was blessed. He had wives and maid servants and all of that. അങ്ങനെ യാക്കോബ് അവിടെ നിന്ന് മടങ്ങി വരികയാണ്.
And Jacob thus is returning back from there. താൻ സമ്പാദിച്ച മൃഗസമ്പത്ത്, ദാസിദാസന്മാർ, ഭാര്യ, മക്കൾ ഇതെല്ലാമായിട്ട് താൻ തന്റെ സ്വദേശത്തേക്ക് മടങ്ങുന്ന ആ ചിത്രമാണ് നമുക്ക് ഈ 32-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. When we come to chapter 32, we are seeing his return with all his possessions, with his livestock, with his servants, with his wives. 22-ാം വാക്യത്തിൽ 32-22 നമ്മൾ വായിക്കുന്നത്, രാത്രിയിൽ അവൻ എഴുന്നേറ്റു തന്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യബോക്ക് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനേരെ കടത്തി തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. Verse 22 we read, and he arose that night and took his 2 wives and 2 female servants and his 11 sons and crossed over the ford of Jabbok. He took them, sent them over the brook and sent over what he had. Then Jacob was left alone. യബോക്ക് കടവിൽ താൻ ആ രാത്രിയിൽ തനിയെ ആയിരിക്കുന്ന സന്ദർഭം. In the ford of Jabbok he was by himself. അവിടെ ഒരു പുരുഷൻ ഉഷസ്സാവുമ്പോൾ അവനോട് മല്ല് പിടിച്ചു. And there was a man who wrestled with him until the breaking അവനെ of day. ജയിക്കില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. Now when he saw that he did not prevail against him, he touched the socket of his hip. 27-ാമത്തെ വാക്യം, Verse 27. നിന്റെ പേരെന്ത് എന്ന് അവൻ അവനോട് ചോദിച്ചതിന്, So he said to him, what is your name? യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. And he said, Jacob. ഇവിടെ യാക്കോബിന്റെ ജീവിതത്തിൽ ഒരു സമൂലമായ ഒരു മാറ്റത്തിന്റെ ഘട്ടം വന്നിരിക്കുകയാണ്. Here is an incident that totally changes the life of Jacob. കഴിഞ്ഞ നാളുകളിൽ തന്റെ പിതാവിനെയും സഹോദരനെയും ഒക്കെ വഞ്ചിച്ചു. In previous years he had deceived his father. അതുപോലെ തന്നെ ലാബാന്റെ ഭവനത്തിലും ചില കൃത്രിമങ്ങളൊക്കെ ചെയ്ത് പലതും സമ്പാദിച്ച വ്യക്തിയാണ്. And he also did certain tricks in the family of Laban. എന്നാൽ ആ രാത്രിയിൽ അവൻ ഏകനായിട്ട് കഴിയുന്നതാണ്. But that night he was left all alone. പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിൽ പല കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കാം. Beloved, in our lives in this world we may have ഭൗതികമെന്ന് കരുതുന്ന അനേക കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കാം. We may have various material things. എന്നാൽ ചില സന്ദർഭങ്ങൾ നാം ഏകനായിട്ടിരിക്കുന്ന അവസരങ്ങളിൽ, but in certain instances when ദൈവം നമ്മോട് ഇടപെടുന്ന ഓരോ സമയങ്ങളുണ്ട്. there are instances when God will deal with us. ഇവിടെ യാക്കോബിനോട് ദൈവം ഇടപെടുകയാണ്. Here God is dealing with Jacob. അവിടെ സ്വർഗ്ഗദൂതൻ വന്ന് തന്നോട് മല്ലിടുകയാണ്. And here the angel of God comes and wrestles with him. യാക്കോബ് ആരാണെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഈ സ്വർഗ്ഗദൂതൻ തന്നോട് മല്ലിടുന്നത്. And the angel of the Lord wrestles with him after knowing who he is. താൻ എന്ത് ചെയ്തു എന്ന് തനിക്ക് ദൈവദൂതന് അറിയാം. And he knows what Jacob had done. അവനുമായിട്ട് മല്ല് പിടിച്ചു. And he wrestled with him. ജയിക്കില്ല എന്ന് കണ്ടപ്പോൾ, when he saw that he could not prevail, പിന്നീട് അവൻ പറഞ്ഞത് 26-ാം, എന്നെ വിടുക, ഉഷസ്സുദിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. Verse 26 we read, and he said, let me go, for the day breaks. And he said, I will not let you go unless you bless me. യാക്കോബിന് മനസ്സിലായി, എന്നോട് മല്ല് പിടിക്കുന്ന വ്യക്തി സാധാരണക്കാരനല്ല. Jacob realized that the one who is wrestling is not an ordinary person. യാക്കോബ് പറഞ്ഞു, എന്നെ അനുഗ്രഹിക്കണം. He said, you should bless me. അപ്പോൾ സ്വർഗ്ഗദൂതനോട് ചോദിച്ചു, നിന്റെ പേരെന്താകുന്നു? And the angel asked, what is your name? സ്വർഗ്ഗദൂതൻ അവന്റെ പേര് അറിയില്ലയോ? തീർച്ചയായിട്ടും അറിയാം. Does this angel not know his name? Of course he does. എന്നാൽ അവനിൽ നിന്ന് അവന്റെ പേരെന്താണെന്ന് കേൾക്കുവാൻ സ്വർഗ്ഗദൂതൻ ആഗ്രഹിക്കുന്നു. But he desires that he may hear from him what his name is. അവന്റെ പേര് യാക്കോബ് എന്നാണ്. His name is Jacob. യാക്കോബിന്റെ അർത്ഥം വഞ്ചകൻ, ഉപായി എന്നുള്ളതാണ്. And the name means deceiver. ദൈവം ആഗ്രഹിക്കുന്നു ഞാൻ ആണ് എന്നുള്ളത് ദൈവസന്നിധിയിൽ ഞാൻ സമ്മതിക്കണമെന്നുള്ള ദൈവം ആഗ്രഹിക്കുന്നു. God desires that we confess before God who we are. എന്റെ ജീവിതത്തിലുള്ള പരാജയം എന്താണെന്ന് നാം വ്യക്തിപരമായി നമ്മുടെ വാഗുകൊണ്ട് കർത്താവിനോട് പറയുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. That we individually confess before him our failures. അവിടെയാണ് ഉണർവുണ്ടാകുന്നത്. It is in that instance that revival happens. നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കുവാൻ കഴിയുകയില്ല. If we hide our failures in our lives, the blessing of God does not come. അവിടെ യാക്കോബ് സത്യസന്ധനായിട്ട് നിന്നുകൊണ്ട് അവന്റെ പേര് അവിടെ വെളിപ്പെടുത്തുവാനിടയായി. But being very truthful, he reveals his name to the angel. ഞാൻ ഉപായിയാണെന്ന് അവൻ അവിടെ സമ്മതിച്ചു. He confesses that he is the deceiver. ഞാനൊരു വഞ്ചകനാണെന്ന് താൻ സമ്മതിച്ചു. That he is one who deceives. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് രാത്രികാലം ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വെളിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുമോ? Beloved, may we reveal us before God. നാം എപ്രകാരം ദൈവസന്നിധിയിലായിരിക്കുന്നു എന്ന് നമുക്ക് വെളിപ്പെടുത്തുവാൻ സാധിക്കുമോ? May we reveal before him how we are in the presence of God. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. If that is the case, he will 28-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, in verse 28 we read, നീ
ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേരിനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. Your name shall no longer be called Jacob but Israel, for you have struggled with God and with men. ദൈവത്തോട് മല്ലുപിടിച്ചു എന്നാണ് ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥം. And the word Israel means the one who wrestled with God. അവന്റെ ജീവിതത്തിൽ വലിയ സമൂലമായ മാറ്റം വന്നു. His life was totally changed. അവന്റെ ജീവിതത്തിൽ അവൻ ആരാണെന്ന് ദൈവസന്നിധി സമ്മതിച്ചു. He confessed before God who he was. അവന്റെ പേര് ദൈവം മാറ്റുവാനിടയായി തീർന്നു. And his name was changed by God. പിന്നീട് നാം വായിക്കുന്നത് എന്താണ്? ഇതാ സൂര്യൻ ഉദിച്ചു. 31 വാക്യത്തിൽ വായിക്കുന്നത് പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. In verse 31 we read, just as he crossed over Penuel, the sun rose over him. രാത്രിയുടെ ആ അന്ധകാര നിമിഷങ്ങളിൽ, in the darkest part of the night, ദൈവം അവനോട് ഇടപെട്ടപ്പോൾ, when God dealt with him, ദൈവമേ ഞാൻ കുറ്റക്കാരനെന്ന് താൻ സമ്മതിച്ചപ്പോൾ, and when he confessed before him his failures, ദൈവം അവന്റെ ജീവിതത്തെ അനുഗ്രഹത്തെ കൊടുത്തു. God blessed his life. അവന്റെ ജീവിതത്തിന് മാറ്റം വരുത്തി. And his life was changed. അവന്റെ മേൽ നീതി സൂര്യൻ ഉദിക്കുവാനായിട്ടിടയായി തീർന്നു. And the sun of righteousness rose upon him. ധൈര്യത്തോടെ അവൻ മുൻപോട്ട് പോവാനിടയായി. And with that boldness he was able to continue. പ്രിയമുള്ളവരെ, ഉണർവിന് നാം സത്യസന്ധമായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Beloved, God desires that we be truthful to him for revival to happen. നിങ്ങൾ ഉണർവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതാണ് വാസ്തവത്തിൽ ചെയ്യേണ്ടത്. If you desire revival, that's what we should do. ദാവീദിന്റെ ജീവിതത്തിൽ നമുക്കറിയാമല്ലോ. We know concerning the life of David. ദാവീദ് പാപം ചെയ്തപ്പോൾ, when David had sinned, നാഥാൻ പ്രവാചകൻ തന്റെ പാപത്തെ തന്നോട് വെളിപ്പെടുത്തിയപ്പോൾ, when prophet Nathan came and revealed his sin before him, ദൈവസന്നിധിയിൽ അവൻ പ്രാർത്ഥിച്ചു. he prayed before God. ഹനനയാഗം നീ ഇച്ഛിച്ചില്ല. He said he did not desire നീ അവിടുന്ന് ഹോമയാ ആഗ്രഹിച്ചില്ല. that he did not desire burnt offerings. തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയം, but a heart that's contrite before അവൻ you. ദൈവസന്നിധിയിൽ തന്നെ തകർക്കുവാനിടയായി. And he was broken before God. താൻ 32-ാം സങ്കീർത്തനം 51-ാം സങ്കീർത്തനം ആ സന്ദർഭത്തിൽ എഴുതുവാനായിട്ടിടയായി തീർന്നു. Psalms 32, Psalm 51 were penned during that time. പ്രിയമുള്ളവരെ, ഉണർവിന് വേണ്ടി വളരെ വിശ്വസ്തയോടുള്ള ഒരു അനുതാപം ദൈവം ആഗ്രഹിക്കുന്നു. God desires a very sincere repentance for revival to come. മൂന്നാമതായിട്ട് ഉണർവിന് ആവശ്യമായിരിക്കുന്നത് നിരപ്പാണ്. And thirdly, what we need for revival is reconciliation. 33-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യം. Chapter 33 and verse 3. അവിടെ നാം വായിക്കുന്നവൻ അവൻ മുമ്പായി നടന്നു 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തന്റെ സഹോദരനോട് അടുത്തു ചെന്നു. Then he crossed over before them and bowed himself to the ground 7 times until he came near to his brother. അവിടെയും നാം യാക്കോബിനെയാണ് കാണുന്നത്. There also we see Jacob. താൻ തന്റെ സഹോദരനെ അഭിമുഖീകരിക്കുവാൻ പോകുകയാണ്. He is going to encounter his brother. തനിക്കറിയാം തന്റെ സഹോദരൻ തന്നെ ജീവനോട് വെക്കുമോ എന്നുള്ള സംശയത്തോടു കൂടിയാണ് താൻ മുൻപോട്ട് നീങ്ങിയത്. He is going with the question in his mind whether his brother will spare him or not. എന്നാൽ താൻ ദൈവസന്നിധിയിൽ തന്നെ തന്നെ സമർപ്പിച്ചപ്പോൾ സൂര്യൻ ഉദിച്ച് ആ ഒരു ധൈര്യത്തോടുകൂടി മുൻപോട്ട് പോയപ്പോൾ എന്തും ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് താൻ മുൻപോട്ട് നീങ്ങുകയാണ്. But when he surrendered before God, when the sun rose upon his life, he considered whatever may come, it's okay. 33-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ അന്നേരം യാക്കോബ് തലപൊക്കി നോക്കിയപ്പോൾ ഏശാവും അവനോടുകൂടെ 400 ആളുകളും വരുന്നത് കണ്ടു. In chapter 33 and verse 1 we read, now Jacob lifted his eyes and looked, and there Esau was coming, with him were 400 men. അവിടെ യാക്കോബ് പറഞ്ഞു, ഇത് എന്റെ അവസാന സമയമായിരിക്കുന്നു. There Jacob said, oh, this is the end of my life. ഏശാവ് തന്റെ കൂട്ടരും വന്ന് തന്നെ ജീവനോടെ വെക്കിയില്ല എന്ന് ഒരുപക്ഷെ യാക്കോബ് തന്റെ ജീവിതത്തിൽ ചിന്തിച്ചു കാണും. He may have thought Esau and his people will come and kill him. എന്നാൽ യാക്കോബ് ഏശാവിന്റെ അവർ രണ്ടുപേരും ഒരുമിച്ച് സന്ധിയിലേക്ക് വന്നു. സന്ധിയിൽ ഏർപ്പെട്ടപ്പോൾ when they came and came to an agreement, അവിടെ ഇതാ നാം കാണുന്നത് എന്താണ്? യാക്കോബ് തന്റെ മുമ്പാകെ 7 പ്രാവശ്യം സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. What do we read concerning Jacob? That he bowed down 7 times to the ground before Esau. 7 സമ്പൂർണതയുടെ ചിത്രമാണ്. 7 is a number of completion. ഒരു കാര്യവും മറച്ചു വെക്കാതെ സമ്പൂർണമായി അവൻ തന്റെ സഹോദരനോട് നിരക്കുവാനായിട്ട് തയ്യാറായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. Without hiding away anything, he reconciled fully before his brother. എന്റെ സഹോദരാ, ഞാൻ നിന്നെ 2 പ്രാവശ്യം വഞ്ചിച്ചു,
വഞ്ചിച്ചു, നിന്റെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തു, പിതാവെന്നുള്ള അനുഗ്രഹം ഞാൻ തട്ടിയെടുത്തു. Oh my brother, I deceived you twice. I took away your birthright and I also took away your blessing. ഓ, ഞാൻ നിന്നെ വളരെയധികം ദുഃഖിപ്പിച്ചു, വേദനിപ്പിച്ചു. I have hurt you much. എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ്, But saying that to forgive him, എന്നോട് പൊറുക്കണമേ എന്ന് പറഞ്ഞ്, asking his pardon, തന്റെ സഹോദരന് മുമ്പാകെ താൻ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയാണ്. he bowed down before his brother. പ്രിയമുള്ളവരെ, നാം നമ്മുടെ ജീവിത മുഖാന്തരം ആർക്കെങ്കിലും ദോഷം വരുത്തിയിട്ടുണ്ടെങ്കിൽ, Beloved, if through our lives we have hurt somebody, ആരെങ്കിലും നാം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, if we have caused pain in someone's life, നാം അവരുടെ മുമ്പാകെ ചെന്ന് നാം നിരക്കേണ്ടത് ഒരു ഉണർവിന് ആവശ്യമായിരിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. It is important that we should reconcile with them for revival to happen. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണർവ് ഉണ്ടാകുവാനായിട്ട് സാധിക്കും. May and revival will come into our life. അപ്പോൾ ഉണർവിന് നിരപ്പ് ആവശ്യമാണ്. And for revival, reconciliation is needed. ഉണർവിന് ആവശ്യമായ 3 കാര്യങ്ങളാണ് നാം ചിന്തിച്ചത്. So we thought about 3 things that is needed for revival. ഉണർവ് ദൈവത്താൽ ആരംഭിക്കുന്നു. Revival happens from God. ഉണർവിന് വേണ്ടി സത്യസന്ധമായി നാം ആരാണെന്ന് സമ്മതിക്കേണ്ടത് ആവശ്യമാണ്. And for revival, we should confess sincerely before God who we are. മൂന്നാമതായിട്ട് ഉണർവിന് വേണ്ടി നാം എന്ത് ചെയ്യണം? മറ്റുള്ളവരോട് നിരക്കുവാൻ നാം തയ്യാറാകണം. And thirdly, we should reconcile before others for revival to come. അങ്ങനെ നാം ചെയ്യുമ്പോൾ അവിടെ വലിയൊരു റിസൾട്ട് നമുക്ക് ലഭിക്കുകയാണ്. And when we do these things, there's a great result that we can see. യാക്കോബിന്റെ ജീവിതത്തിൽ ആ റിസൾട്ട് നമുക്ക് കാണുവാൻ കഴിയും. We can see that great result in Jacob's life. എന്താണ് തനിക്ക് ലഭിച്ച ആ മറുപടി അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത്? What is the result that he received in his life? അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ. He received a blessed fellowship. ആരുമായിട്ടാണ്? With whom? തന്റെ സഹോദരനായ ഏശാവുമായിട്ട്. With his brother Esau. താൻ വഞ്ചിച്ച തന്റെ സഹോദരനായ ഏശാവുമായിട്ട്. To the same brother that he had. അവൻ ആരാണെന്ന് സമ്മതിച്ച് ആ സഹോദരനോട് തന്റെ തെറ്റുകളെ നിരത്തി അവൻ നിരപ്പ് പ്രാപിച്ചപ്പോൾ, when he confessed and he reconciled, admitting his failures before his brother, ഇതാ അവർക്ക് വലിയൊരു ഒരു കൂട്ടായ്മ ബന്ധം സ്ഥാപിക്കുവാൻ സാധിച്ചു. There's a bond of fellowship that they were able to establish. 3 വാക്യം മുതൽ 3 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. And it's very clearly understood in verses 3 അവൻ അവനെ നമസ്കരിച്ചപ്പോൾ 4 വാക്യം, ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റു, ആലിംഗനം ചെയ്തു, അവന്റെ കഴുത്തിൽ വീണു, അവനെ ചുംബിച്ചു, രണ്ടുപേരും കരഞ്ഞു. In verse 4 we read, but Esau ran to meet him and embraced him and fell on his neck and kissed him, and they wept. എന്തോ ഒരു വലിയൊരു മാറ്റം! What a great change! എന്തൊക്കെ സംഭവിക്കാമായിരുന്നു എന്ന് യാക്കോബ് പ്രതീക്ഷിച്ചു വന്നപ്പോൾ, when Jacob expected all kinds of different things, എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഒരു സമൂലമായൊരു ആനന്ദത്തിന്റെ അനുഭൂതിയിലേക്ക് അവർ നീങ്ങുകയാണ് ചെയ്തത്. Beyond all of that, he was able to move in the direction of great joy. അവർ ഒരുമിച്ച് കരയുവാനായിട്ടിടയായി തീർന്നു. They were able to weep together. അവർ ഒരുമിച്ച് ചുംബിക്കുവാനിടയായി തീർന്നു. They were able to kiss together. യഥാർത്ഥമായ കൂട്ടായ്മയുടെ ബന്ധം അവർക്ക് സ്ഥാപിക്കുവാനിടയായി തീർന്നു. They were able to establish the bond of fellowship. കഴിഞ്ഞ 20 വർഷക്കാലം ആ കൂട്ടായ്മയുടെ അനുഭവമില്ലായിരുന്നു. The previous 20 years they did not have this fellowship. എന്നാൽ ദൈവസന്നിധിയിൽ അവർ കടന്നു വരുവാനിടയായി. But before God they were able to come together. എന്റെ വാക്കുകൾ നിർത്തേണ്ട സമയം ഇവിടെ ആയിരിക്കുന്നുവല്ലോ. The time to conclude my words are here. ഇവിടെ യഥാർത്ഥത്തിൽ ഉണർവ് സംഭവിച്ചിരിക്കുകയാണ്. Here is great and true revival. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു ഉണർവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം സഹായിക്കട്ടെ. Beloved, may God send this true revival into our own life. അതിന്റെ 33 അധ്യായത്തിന്റെ 10 വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുകയും നിനക്ക് എന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ എന്ന് യാക്കോബ് പറയുകയാണ്. In chapter 33 and verse 10, in the latter part we read, I have seen your face as though I had seen the face of God. എന്തോ ഒരു വലിയൊരു സന്തോഷം! What a great joy there is. ഒരു ആനന്ദമാണ് ഉണർവ് എന്ന് പറയുന്നത്. And is that great joy that this revival brings. സങ്കീർത്തനം 14:7 നാം ഇങ്ങനെ വായിക്കുന്നു. In Psalm 14 and verse 7 we read this. സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും.
We read, oh, that the salvation of Israel would come to Zion when the Lord brings back the captivity of his people. Let Jacob rejoice and Israel be glad. ഓ നീ ഇസ്രായേലിന്റെ രക്ഷ വന്ന് യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ When God changes the situation of his യാക്കോബ് people, സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. Jacob will rejoice and Israel will be ദൈവം glad. നമ്മുടെ സ്ഥിതി മാറ്റുമ്പോൾ നമുക്ക് ദൈവത്തിൽ ആനന്ദിക്കുവാൻ കഴിയും. When God will change our life, we can rejoice in God. അതുകൊണ്ട് കോരഹപുത്രന്മാർ പ്രാർത്ഥിച്ച പോലെ നമുക്കും പ്രാർത്ഥിക്കാം. So may we pray just as the sons of Korah prayed. ദൈവമേ നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ട നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? Won't you make us revive again so that we may rejoice in you? ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്താം. May we humble ourselves before ദൈവസന്നിധിയിൽ God. നമ്മെ തന്നെ വിനയപ്പെടുത്താം. May we humble before God. നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു ഉണർവ് ആവശ്യമാണെങ്കിൽ, If there is a revival needed in our midst, എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണർവ് ആവശ്യമാണെങ്കിൽ, if my personal life needs a ഓ revival, പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉണർവിന് വേണ്ടിയുള്ള ആ വഴി നമ്മെ കാണിച്ചു തരുമ്പോൾ, when God shows us the path towards revival, ആ വിശ്വസ്തയോടുകൂടെ നാം ദൈവസന്നിധിയിൽ സത്യസന്ധയോടെ നമ്മെ തന്നെ ഏറ്റുപറയാം. may we faithfully confess ourselves before God. ആരോടെങ്കിലും നിരക്കുവാനുണ്ടായിട്ട് നമുക്ക് നിരക്കാം. If we need reconciliation with anyone, may we do that. അങ്ങനെ ഉണർവിന്റെ ആ അനുഭൂതിയിലേക്ക് നമുക്ക് മുൻപോട്ട് പോകാം. So may we come in that experience of revival in ദൈവം our നമ്മെ ഈ lives. വചനങ്ങളാൽ സഹായിക്കുമാറാകട്ടെ. May God help us with these words. ഒരിക്കൽ കൂടി വാത്സല്യ സഭയിലുള്ള എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ദൈവദാസന്മാരെ എല്ലാവരെയും ഒരിക്കൽ കൂടി വളരെ സ്നേഹം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ നിലയിൽ അവസരം ഒരുക്കി തന്ന വിശേഷാൽ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി ആ സമയത്ത് ഞാൻ അറിയിക്കുന്നു. I want to convey my gratitude and my gratitude towards all in this assembly, especially the responsible brethren. വിശേഷാൽ പുടിമാമ എപ്പോഴും വിളിക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ വരണമെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ആ ഒരു പ്രേരണയും നിലയിലുണ്ടായി. പ്രത്യേകിച്ച് ജോർജ് ചാൻ കത്ത് ചേർക്കിന് ശേഷം ആദ്യമായിട്ടാണ് പ്രിയപ്പെട്ടവളെ ഈ നിലയിൽ കാണുവാനിടയായത്. ദൈവം പ്രിയപ്പെട്ടവളെയും ആവശ്യമായ ധൈര്യവും കൃപയും കൊടുത്ത് സഹായിക്കട്ടെ. ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിച്ച് പെരുന്നാളുകളിൽ ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. When Podama Auntie calls, she often invites me to come here, and it was a joyous occasion to see her also after George Oti Uncle's passing. I want to thank each one of you. It was a real joy to see each one of you. May God help us.